ഞാൻ രണ്ട് സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങാം. പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന്. വിഷയത്തിൽ അതിൻ്റെ ഒരു ഇസ്ലാമിക ദൈവശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട വശങ്ങളാണ് എനിക്ക് അവതരിപ്പിക്കേണ്ടതുള്ളത് എന്നതിനാൽ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് അദീ ഇബ്നു ഹാത്തിം എന്നൊരു ആൾ വരുന്നുണ്ട്. അദ്ദേഹം ഒരു സംവാദ കുതുകിയാണ്, ഒരു അന്വേഷകനുമാണ്. അദ്ദേഹം തായിഫ് എന്ന സ്ഥലത്ത് ഈ തൊയ്യ് എന്ന ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. അതിൽ പഴയ നെസ്റ്റോറിയൻ ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്ത് അറബ് ക്രൈസ്തവർക്കിടയിൽ രൂപപ്പെട്ടിരുന്ന ഒരു റക്കൂസിയ എന്നൊരു ശീഷ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വക്താവായിട്ടാണ് ആദ്യകാലത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിനിടയിൽ പ്രവാചകനുമായിട്ടുള്ളൊരു ഡിബേറ്റ് നടക്കുന്നതായിട്ട് ഹദീസുകളിലൊക്കെ കാണാം. അപ്പോൾ അതിൽ ഇദ്ദേഹം വന്ന ഉടനെ തന്നെ പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു. അദീന് ഹീറ എന്ന സ്ഥലം അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹീറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലുള്ള സ്ഥലമാണ്. അദീ പറഞ്ഞു അറിയാം ഹീറ. ഹീറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ചെന്നിട്ട് കഅബയിൽ ചെന്ന്, മക്കയിലുള്ള കഅബയിൽ ചെന്ന് തവാഫ് ചെയ്ത് തിരിച്ചു വരുന്നത് നിനക്ക് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ അദീ ആകെ അമ്പരന്നു. കാരണം വളരെ ദുർഘടമായ വഴിയാണെന്ന് മാത്രമല്ല, ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അത്രയും ദൂരമുണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു 1000 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള സ്ഥലമാണ്, മരുഭൂമിയാണ്, മണൽക്കുന്നുകളാണ്, കൊള്ളക്കാരാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്പരന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ മണൽക്കാടുകളിലൊക്കെ തമ്പടിച്ചിരിക്കുന്ന കൊള്ളക്കാർ ആ സമയത്ത് എന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ ആ ചോദ്യം അങ്ങോട്ട് മുഴുമിപ്പിക്കാൻ അദീന് തോന്നിയില്ല. കാരണം പ്രവാചകൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ വരാനിരിക്കുന്ന എന്തോ ഒരു നൈതിക പൂർണ്ണതയെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ എന്തായാലും ആ ഒരു അമ്പരപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ അടുത്ത ഒരു വർത്തമാനം കൂടി പറഞ്ഞു. കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് മുഹമ്മദിൻ്റെ സൈന്യം കയറി ചെല്ലും. എന്നിട്ട് അവിടെയുള്ള അയാൾ ആളുകളിൽ നിന്ന് നികുതി വഴിയായും മറ്റുമൊക്കെ കൊള്ളയടിച്ച് അയാളുടെ ഖജനാവിൽ ശേഖരിച്ചിട്ടുള്ള സ്വർണവും വെള്ളിയുമൊക്കെ സാധാരണക്കാർക്കിടയിൽ വിതരണം ചെയ്യപ്പെടും. ഇതുകൂടിയായപ്പോൾ അദീന് യഥാർത്ഥത്തിൽ സഹിക്കാവുന്നതിനപ്പുറമായി. കാരണം ശരിക്കും മുഹമ്മദ് അന്ന് ഹിജറ കഴിഞ്ഞ ഉടനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ടുള്ള സാധാരണ ചരിത്രത്തിൻ്റെ ഭാഷയിൽ ഒരു അഭയാർത്ഥി. ഹിജറ എന്ന നിലക്ക് മുസ്ലിങ്ങൾക്ക് അത് വിശേഷപ്പെട്ട ഒരു അനുഭവമാണെങ്കിൽ പോലും സാധാരണ നിർമ്മമമായിട്ട് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വികാരരഹിതമായിട്ട് ചരിത്രം വായിക്കുമ്പോൾ അതൊരു എന്താണ് കുടിയേറ്റം അല്ലെങ്കിൽ അഭയാർത്ഥിത്വം എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണിത് പറയുന്നത്. കിസ്രയാണെങ്കിൽ പേർഷ്യൻ സാമ്രാട്ടാണ്, പേർഷ്യൻ ചക്രവർത്തിയാണ്, വലിയൊരു ഭൂഭാഗത്തിൻ്റെ അധിപനാണ്, കരുത്തുറ്റ അന്നത്തെ 2 സാമ്രാജ്യത്വങ്ങളിലൊന്നാണ്. അപ്പോൾ അതിന് പേര് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഇത് പറയുന്നത്. പക്ഷേ ആ അമ്പരപ്പും വിട്ടുമാറുന്നതിന് മുമ്പായിട്ട് പ്രവാചകൻ അടുത്തതായിട്ട് പറഞ്ഞു, അദിയെ സ്വർണവും വെള്ളിയും കയ്യിൽ വെച്ചിട്ട് ഇത് വേണോയെന്ന് ചോദിച്ച് നടക്കുന്ന ധാരാളം മനുഷ്യന്മാരെ നിനക്ക് കാണാൻ പറ്റും, പക്ഷെ വാങ്ങാൻ ഒരാളും ഉണ്ടാവില്ല. ഈ 3 സംഗതികൾ അദീനെ വല്ലാത്തൊരു ലോകത്തിലാണ് കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രവാചകൻ യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ നിയോഗത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നത്. എന്തിനു വേണ്ടിയാണ് താൻ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ഉത്തരം. മക്കയിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാമൂഹികാവസ്ഥയെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. പ്രത്യേകിച്ച് ഇന്ന് ഇറാഖാണ്, മാത്രവുമല്ല സൗദി അറേബ്യ ഇപ്പം കുറേ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പ്രവാചകൻ്റെ തന്നെ ചില വചനങ്ങളെ കോണ്ടെക്സ്റ്റ് പോലും പരിഗണിക്കാതെ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ഭയങ്കര കാർക്കശ്യം പുലർത്തുകയും, നമ്മളതിന് വഹാബിസം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സലഫി പ്യൂരിറ്റാനിസം എന്നൊക്കെ പറയും. സ്ത്രീകൾക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യുന്നത് വിലക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന സൗദി അറേബ്യയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇന്ന് ചിന്തിക്കുമ്പോൾ പോലും അപ്രായോഗികമായിട്ടുള്ള ഒരു സംഗതിയാണ് ആ കാലത്ത് പ്രവാചകൻ പറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ഈ സംഗതി റിപ്പോർട്ട് ചെയ്തിട്ട് അദീ പറയുന്നത്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ 2 കാര്യങ്ങൾ കണ്ടു. കാരണം ഒരു പെണ്ണ് ഹീറയിൽ നിന്ന് മക്കയിലേക്ക് പോയി തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിസ്റയുടെ കൊട്ടാരം പിടിച്ചടക്കിയ സൈന്യത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പിടിച്ചെടുത്തിട്ട് നാട്ടുവാസികളായിട്ടുള്ള ആളുകൾക്ക് മുഴുവനും ഈ സമ്പത്ത് വിതരണം ചെയ്യുകയാണ് ചെയ്തത് അവർക്കിടയിലേക്ക്. അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. 3ാമത്തെ സംഗതി ഞാൻ കണ്ടിട്ടില്ല,
പക്ഷേ അതും കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അതിയ് ഉദ്ധരിക്കുന്നത് എന്ന് വായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, അപ്പോൾ അന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തെ തകർക്കുക, അങ്ങനെ തകർക്കുകയും അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുള്ള കൊള്ള മുതൽ ഒരധികാര വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ ഉണ്ടാവുക കൊള്ള മുതൽ തന്നെയാണ്. ആ ഒരു കൊള്ള മുതൽ അതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു ഒരു വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് പ്രവാചകൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പീഡനത്തിൻ്റെതായ ഒരു ഘട്ടം മക്കയിലുണ്ടായിരുന്ന ഒരവസ്ഥ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അറിയാമല്ലോ. മിക്കവാറും എല്ലാ പ്രവാചക അനുചരന്മാരും ഇപ്പം ബുദ്ധ അനുയായികളെ സംബന്ധിച്ച് അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം റോമാ സാമ്രാജ്യത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ മതമർദ്ദനത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒരു കാലമായിരുന്നു, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ. അപ്പോഴിങ്ങനെയുള്ളൊരു ഘട്ടം എല്ലായ്പ്പോഴും ആദ്യഘട്ടത്തിൽ. പക്ഷേ പിന്നീട് ഈ പീഡകർ തന്നെയും ഈ അനുയായികളുടെ കൂട്ടത്തിലേക്ക് പ്രച്ഛന്ന വേഷധാരികളായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓരോ മതത്തിൻ്റെയും പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രവണതകൾ, ഇപ്പം പ്രത്യേകിച്ചും ദൗർഭാഗ്യവശാൽ ഇന്ന് രൂപപ്പെട്ടിട്ടുള്ള പലതരം റാഡിക്കലൈസേഷനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ ഒരു പീഡനത്തിൻ്റെ സമയത്ത് കുറച്ച് അനുചരന്മാർ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത്രയധികം പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തെ യഥാർത്ഥത്തിൽ പ്രവാചകൻ മൈൻഡ് ചെയ്യുന്നില്ല. പകരം പ്രവാചകൻ മുൻകാലത്ത് പല പരിവർത്തനകാരികളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗങ്ങളെ സംബന്ധിച്ച് അവരോട് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നൊരു വർത്താനം, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീർ റാക്കിബു ബിൻ സന്നാ ഇലാ ഹദറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ്. പടച്ച തമ്പുരാനാണ് സത്യം, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി പൂർത്തീകരിക്കപ്പെടും. അന്ന് സന്നായിൽ നിന്ന് ഹദറമൗത്തിലേക്ക്, സന്നായിൽ നിന്ന് ഹദറമൗത്ത് എന്ന് പറഞ്ഞാൽ യമനിലെ രണ്ടറ്റങ്ങളാണ്. യമൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് സന്നായും ഹദറമൗത്തും. വേറൊരു കാര്യം കൂടിയുണ്ട്, സന്നാ എന്ന് പറയുമ്പോൾ ഒരു തൊട്ടിൽ എന്ന നിലക്ക് അതിനെ വ്യാഖ്യാനിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽക്ക് ഹദറമൗത്ത് എന്ന് പറഞ്ഞാൽ മൗത്ത് ഹാദറാകുന്ന ഇടം തന്നെയാണ്, അഥവാ മരണം പ്രത്യക്ഷമാകുന്ന ഒരിടം, ആ ഒരു സമയം, ആ സന്ദർഭം, ആ ഇടം. അതുവരെ ഒരാൾക്ക് ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ അലാ ഗനമി, അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനെയും ഭയക്കാതെ, അയാളുടെ കൂടെ ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ ആ ആട്ടിൻകുട്ടിയെ പിടിക്കുന്ന ചെന്നായുടെ കാര്യത്തിൽ ഒരു കരുതലുണ്ടാവണം എന്നതിനപ്പുറം മറ്റൊന്നിനെയും പേടിക്കാതെ നടക്കാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നു. ഇതുപോലെ തന്നെ ഈ കിസ്രയുടെ കൊട്ടാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. ആ സമയത്ത് കുറേ ഈ പ്രവാചകൻ ഹിജ്റ പോകുന്ന സമയത്ത് അറബികൾ പ്രവാചകനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പ്രവാചകനെ പിടിക്കാൻ വേണ്ടി പോകുന്നൊരു ചരിത്ര സന്ദർഭമുണ്ട്. അങ്ങനെ പിടിക്കാൻ വേണ്ടി വളരെ അടുത്തെത്തിയ സമയത്ത് ഈ സുറാക്കയുടെ കുതിരയുടെ കാലിടറി അദ്ദേഹം തെറിച്ചങ്ങോട്ട് വീണപ്പം പ്രവാചകൻ തൻ്റെ വാൾ ഊരിയിട്ട് സുറാക്കയോട് ചോദിച്ചു, നിന്നെനിപ്പോൾ ആരാണ് രക്ഷിക്കുക? സുറാക്ക ആകെ പേടിച്ച് പറിച്ചു. പ്രവാചകൻ വാള് താഴ്ത്തിയിട്ട് സുറാക്കയുടെ ശരീരത്തിലുള്ള മണ്ണൊക്കെ തട്ടി മാറ്റിയിട്ട് ചോദിച്ചു, കിസ്രയുടെ വളയും കിരീടവുമൊക്കെ നിന്റെ ശരീരത്തിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കുമല്ലേ സുറാക്ക? ഒരൊറ്റ ചോദ്യം. ഇതോടുകൂടി സുറാക്കയുടെ മനസ്സാകെ മാറി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടാവാം 100 ഒട്ടകങ്ങൾ എന്ന് പറയുന്നത്, 100 ഒട്ടകങ്ങളുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് അന്നത്തെ അറബികൾക്കിടയിൽ വലിയൊരു പദവിയാണ്. ഇത് മോഹിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് പ്രവാചകൻ കൊടുക്കുന്നത് വേറൊരു ഓഫറാണ്. കിസ്രയുടെ വളയും കിരീടവും ഒക്കെ നിന്റെ ശരീരത്തിൽ അണിഞ്ഞാൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ സുറാക്ക? ഇത്രയും താഴ്ന്ന ഒരവസ്ഥയിലുള്ള സുറാക്കയോട് പറയുന്നൊരു വർത്തമാനമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള വളരെ സമഗ്രമായിട്ടുള്ള പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന സംഗതികളാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. അത് ഓരോ സന്ദർഭത്തിലും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കാൻ വേണ്ടി പറ്റും. ഒരിക്കൽ തൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുചരനോട് പ്രവാചകൻ ശാസനാരൂപത്തിൽ ചോദിച്ച്, ഇന്ന കമ്രവും ഫീക്ക ജാഹിലിയ. അത് അബൂദർ എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദർശബോധത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ബിലാലുമായി ബന്ധപ്പെട്ട്, ബിലാൽ കറുത്തയാളാണ്, ഒരു വിമുക്ത അടിമയുമാണ്. ബിലാലുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അബൂദർ ബിലാലിനെ കറുത്തവളുടെ മകനെ ഇബ്നു സൗദ എന്ന് ആക്ഷേപസ്വരത്തിൽ വിളിച്ചു. സംഗതി കറുത്തവളുടെ മകനാണ്, പക്ഷേ ആ വിളിയുടെ ടോൺ എന്ന് പറയുമ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയമൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ബിലാൽ നേരെ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അബൂദറിനോട് പറഞ്ഞൊരു സംഭവമാണത്. ഇന്ന കമ്രവും ഫീക്ക ജാഹിലിയ, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ജാഹിലിയത്തുണ്ടല്ലോ അബൂദറെ എന്ന് പറഞ്ഞപ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അബൂദർ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ബിലാലിൻ്റെ കാൽ കീഴിൽ കുത്തിയിരുന്നിട്ട്, ബിലാലെ നീ നിൻ്റെ കാലുകൊണ്ട് എൻ്റെ മുഖത്തൊന്ന് ചവിട്ടണം
നീ നിൻ്റെ കാലുകൊണ്ട് എൻ്റെ മുഖത്തൊന്ന് ചവിട്ടണം, അങ്ങനെയെങ്കിലും ഞാനൊന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഇതുപോലെ മാനുഷികമായിട്ടുള്ള ഒരു സമത്വം, ആ ഒരു നൈതികത എന്ന് പറയുന്നതിന് വലിയ ഊന്നലാണ് പ്രവാചകൻ കൊടുത്തിട്ടുള്ളത് എന്നത് ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെ നേർക്കുനേരെ പറയുന്ന 3 സംഗതികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൽപ്പനയായിട്ട് പറയുന്നതാണ്. 3 സംഗതികളാണ് പടച്ചതമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആനിലൊരു സംഗതി കാണാം. നമ്മൾ ഈ റിച്വലിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്ലാം കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിലെ നിർബന്ധമായ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അനുഷ്ഠാനങ്ങളെ എണ്ണി പറയുള്ളൂ. അതേസമയം ഖുർആൻ എണ്ണി പറയുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, സാമൂഹിക നീതി കൊണ്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കൽപ്പന സാമൂഹിക നീതിയാണ്. രണ്ടാമത്തെ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പരമമായ നന്മയാണ്. ചെയ്യുന്നതെന്തും നല്ല സമയത്ത്, നല്ല രൂപത്തിൽ, നല്ല രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇഹ്സാൻ. മൂന്നാമത്തത് ഈതാ ഉദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ അടുപ്പമുള്ള ആളുകൾക്ക് കൊടുക്കുക. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാനുഷികമായ ബന്ധങ്ങളാണ്. 3 കാര്യങ്ങളെ അടിത്തറയാക്കിക്കൊണ്ടാണ് കൽപ്പനകൾ വരുന്നത്. ഒന്നാമത്തത് സാമൂഹിക നീതിയാണ്, രണ്ടാമത്തത് നന്മയാണ്, പരമമായ നന്മയാണ്, മൂന്നാമത്തത് ഈ പറഞ്ഞ മാനുഷികമായ ബന്ധങ്ങളാണ്. ഈ പറയുന്ന 3 അടിത്തറകളിലാണ് നിങ്ങൾ നിങ്ങളുടെ സാമൂഹികമായ ഇടപാടുകൾ പടുത്തുയർത്തേണ്ടത് എന്നുള്ളത് ഖുർആൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഈ രൂപത്തിൽ, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു മൊണാസ്ട്രിയുമായി ബന്ധപ്പെട്ട് സെൻറ്റ് കാതറീൻസ് മൊണാസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതി പറഞ്ഞല്ലോ. അപ്പോൾ ഖുർആനിൽ തന്നെ പടച്ചതമ്പുരാൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം എന്ന് ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പം ബൈബിളിൽ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് പഴയ നിയമത്തിലൊക്കെ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവ് എന്ന് പറയുമ്പോഴും ചരിത്രത്തിലുള്ള ഒരു ഇടപെടലാണ്. അപ്പോൾ ഈ ഇടപെടൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് ഒരു വലിയ പ്രാധാന്യമുള്ളൊരു ടേമായിട്ട് തന്നെയാണ് ഖുർആനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ഒരു നൈതികത എന്ന് പറയുന്നൊരു സംഗതി വളരെ പ്രാധാന്യത്തോടു കൂടി പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇത്തരം രീതികളിലൂടെയാണ് ഞാൻ സെൻറ്റ് കാതറീൻസ് മൊണാസ്ട്രിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ഇടപെടലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആനിൽ അത്തരം ഇടപെടൽ അതിൻ്റെ പല രീതികൾ പറയുന്ന കൂട്ടത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ചില സ്പർദ്ധകളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ അത്തരം സ്പർദ്ധകളിലൂടെ ഒരു വിഭാഗത്തെ നമ്മൾ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം ശിക്ഷാർഹരായി തീരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ തകർന്നു പോകുന്നതാണ് പറയുന്നത്. ഈ എണ്ണിപ്പറയുന്ന തകർന്നു പോയേക്കും എന്ന് പറയുന്ന എണ്ണിപ്പറയുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് പള്ളി, മസ്ജിദുകളാണ്. മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. രണ്ടാമത് പറയുന്നത് സിനഗോഗുകളാണ്. മൂന്നാമത് പറയുന്നത് ചർച്ചുകളാണ്. നാലാമത് പറയുന്നത് സാധാരണ പരമ്പരാഗത വിശ്വാസികളുടെ ഒക്കെ മഠങ്ങളാണ്. ഈ പറയുന്ന സ്ഥാപനങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ദൈവത്തിൻ്റെ നാമങ്ങൾ അധികമധികമായി സ്മരിക്കുന്ന മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും പള്ളികളും അല്ലെങ്കിൽ മസ്ജിദുകളും തകർന്നു പോകുമായിരുന്നു ഇത്തരം ഇടപെടലുകളില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ചരിത്രത്തിലുള്ള ദൈവികമായ ഇടപെടലുകളില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി തന്നെ നശിച്ചു പോകുമായിരുന്നു എന്ന ഒരു വർത്തമാനം ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ നിലനിർത്തപ്പെടേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിലനിർത്തപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഉൾക്കൊള്ളൽ മൈൻഡുണ്ട്, ഒരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയും സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ പ്രധാനമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനനുസൃതമായിട്ടുള്ള മാതൃകകളും വചനങ്ങളും പാഠങ്ങളുമൊക്കെയാണ് പ്രവാചകനിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസ്. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയും സാമൂഹികമായ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഇപ്പം ഫക്കുർ അക്കബ ഒന്നാമത് പറയുന്ന ചില കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ ഒന്നാമത് പറയുന്ന ഫക്കുർ അക്കബ, അടിമകളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ കഴുത്തുകളെ സ്വതന്ത്രമാക്കുക, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം അവിടെ പ്രഥമ കൽപ്പനയാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, ക്ഷാമമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ആളുകളെ ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്ന സേവനമാണ്. സുമ്മ കാന മിനല്ലദീന ആമനു, അതിനുശേഷം വിശ്വാസികളിൽ ഉൾപ്പെടുക. അവിടെ മുൻഗണനാക്രമം പറയുമ്പോൾ സമരം, സേവനം, വിശ്വാസം എന്നിങ്ങനെയാണ് വരുന്നത്. സമരം, സേവനം, വിശ്വാസം എന്ന ഒരു ക്രമമാണ് അവിടെ ദീക്ഷിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വക സംഗതികളൊക്കെയും ഇസ്ലാം പരിഗണിക്കുന്നത് എന്നത് അതിൻ്റെ ഒരു അടിത്തറയായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് കാലക്രമേണ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു കാലത്ത് വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു യാഥാസ്ഥിതികത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ശക്തികൾ തന്നെ ഓരോ പ്രവാചകൻ്റെയും എന്ന് മാത്രമല്ല ചരിത്ര പുരുഷന്മാരുടെ എല്ലാം തന്നെ
വക്താക്കളായിട്ട് രംഗത്ത് വരുന്നൊരു വൈപരീത്യം എപ്പോഴും ചരിത്രത്തിൽ കാണാം. അത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേ സംബന്ധിച്ച് അലി ശരീഅത്തിയുടെ ഒരു റിലിജൻ വേഴ്സസ് റിലിജൻ എന്ന് പറഞ്ഞിട്ടൊരു വിഖ്യാതമായൊരു പ്രഭാഷണമുണ്ട്. മദ്ഹബ് അലിഹി മദ്ഹബ് എന്ന പേരിൽ വിഖ്യാതമായിട്ടുള്ള പ്രഭാഷണം. അത് മലയാളത്തിൽ മതത്തിനെതിരെ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇത് ഇപ്പറയുന്ന ശക്തികളൊക്കെയും പ്രവാചകന്റെ കൊടിയേന്തിക്കൊണ്ട് രംഗത്ത് വരികയാണ്. എന്നിട്ട് എന്താണോ പ്രവാചകൻ അല്ലെങ്കിൽ ഇപ്പറയുന്ന ഒരു മഹാപുരുഷൻ മുന്നോട്ട് വെച്ച ആശയം അതിന് നേരെ വിപരീതമായിട്ടുള്ള സംഗതികൾ കൂടുതൽ ടൈറ്റായിട്ട് മാറുകയാണ്. കൂടുതൽ സാമുദായികമായിട്ടുള്ള സ്വഭാവങ്ങൾ കൈവരികയാണ്. കൂടുതൽ വംശീയമായിട്ടുള്ള സ്വഭാവം ആർജിക്കുകയാണ്. ഇതെല്ലാത്തിലും കാണാൻ സാധിക്കും. നേരത്തെ ഇപ്പോൾ തേരവാദത്തെ സംബന്ധിച്ച് പറഞ്ഞു. തേരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ പാലിസുത്തകളെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധമതശാഖ. മഹാസാംഖികർ അല്ലെങ്കിൽ ഇന്ന് മഹായാനം എന്നറിയപ്പെടുന്നവർ അങ്ങനെയല്ല. അതിവിടെ അജയ് ശേഖർ സാർ ഇവിടെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേരവാദം എന്ന് പറയുമ്പോൾ ബുദ്ധൻ്റെ പാലി ഉപദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്ന അഹിംസയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് കംബോഡിയ, അതുപോലെ ശ്രീലങ്ക, മ്യാൻമർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഔപചാരികമായി തന്നെ പ്രചരിച്ചിട്ടുള്ളത് ഇതേ തേരവാദ ബുദ്ധിസമാണ്. അവിടെയുള്ള വർത്തമാനങ്ങൾ അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാം. അശ്വിൻ വിരാതുവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവരൊക്കെ എപ്പോഴാണ് ബുദ്ധ ഭിക്ഷുക്കളായി മാറിയത് എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതമാണ്. മൈത്രി ബന്ധം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല ബുദ്ധൻ സ്ഥാപിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ മൈത്രിയെ സംബന്ധിച്ചാണ് ബുദ്ധൻ സംസാരിക്കുന്നത് എന്നിരിക്കെ ഒരു വിഭാഗത്തോടുള്ള അങ്ങേയറ്റത്തെ വിദ്വേഷത്തെ മാത്രം ആധാരമാക്കുന്ന ഒരു വംശീയ സിദ്ധാന്തമായിട്ട് അത് മാറുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കംബോഡിയയിൽ ഖമർ റൂഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ബേസ് കമ്മ്യൂണിസമാണെന്ന് പറയും. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ദേശീയതകളെയും നിരാകരിക്കുന്ന ഒരു ആശയമാണ് എന്ന് തത്വത്തിൽ നമുക്കറിയാം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ കമ്മ്യൂണിസവും ഖമർ നാഷണലിസവും ഒരുമിച്ച് വന്നപ്പോൾ ഖമർ നാഷണലിസം മറ്റതിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഖമർ നാഷണലിസത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവിടെ കംബോഡിയയിൽ ബുദ്ധിസവും മാറുന്നൊരു കാഴ്ചയുണ്ട്. അപ്പം ഇങ്ങനെ ഇതുപോലെ തന്നെ അറബ് വംശീയവാദികൾക്കിടയിൽ അല്ലെങ്കിൽ ISIS പോലുള്ള സംഘടനകൾക്കിടയിലൊക്കെ ഇസ്ലാം അവരുടെ കയ്യിൽ വന്നപ്പോഴും ഇതേ സ്വഭാവമാണ് ആർജിച്ചിട്ടുള്ളത്. ഇതേ സ്വഭാവം ആർജിക്കുകയും അവിടെ യസീദികൾക്കും മറ്റും നേരെയൊക്കെ ഉണ്ടായിരുന്ന ഇതേത് മാത്രമൊന്നുമല്ല, കുറേ മുൻകാലത്ത് തന്നെയും മുസ്ലിങ്ങൾക്കിടയിലുമൊക്കെ ഇപ്പോൾ ഈ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അത് ഇപ്പോൾ ഈ അസബിയത്ത് എന്ന് പറയുന്നൊരു ആശയത്തെക്കുറിച്ച് ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്. അസബിയത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രാഥമികമായൊരു കൂട്ടായ്മയാണ് അസബിയത്ത്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കുള്ളൊരു പുരോഗതി, സിവിലൈസേഷൻ എന്ന് പറയുന്നൊരു സംഗതി ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങളായിട്ട് മനുഷ്യർ മാറുന്നു. ആ ഗോത്രങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഏറ്റവും പ്രധാനം ആ ഗോത്രീയ ബന്ധം തന്നെയാണ്. ആ ഒരു ബന്ധത്തെ അസബിയത്ത് എന്ന് പറയാം. ഇബ്നു ഖൽദൂൻ ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ അതിന് വളരെ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ളൊരു മാനമാണുള്ളത്. എന്നാൽ ഇബ്നു ഖൽദൂൻ തന്നെ അതിൻ്റെ നിഷേധാത്മകമായ പരിവർത്തനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് തന്നെയും നിഷേധാത്മകമായിട്ട് പരിവർത്തിതമായാൽ ആ ഒരു സംഗതിയെ സംബന്ധിച്ച് പ്രവാചകൻ മുന്നറിയിപ്പും തരുന്നുണ്ട്. ഒരു ഹദീസിൽ വളരെ ശക്തമായി പറയുന്നതായിട്ട് കാണാം, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പറയുന്ന വംശീയമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അതിനുവേണ്ടി പൊരുതുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അതിൻ്റെ മാർഗത്തിൽ മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ അസബിയത്ത് എന്ന് പറയുന്നത് നാഗരികതയുടെ ഒരു അടിത്തറയാണ് എന്ന് ഇബ്നു ഖൽദൂൻ പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും സന്ദർഭവും ഒക്കെ വേറെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസബിയത്തിനെ സൂചിപ്പിക്കുന്ന സ്വഭാവത്തിൽ ചില വാക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹെല്ലനീസ്, അതുപോലെ ബാർബേറിയൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹെല്ലനിക് കൾച്ചറിൽ ഉപയോഗിക്കുന്നത് ഇവരല്ലാത്ത മറുവിഭാഗം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. തുടക്കത്തിൽ അതിന് വേറെ പ്രയോഗമൊന്നുമില്ല, വേറെ അർത്ഥങ്ങളോ വേറെ മാനങ്ങളോ ഒന്നുമില്ല. അതുപോലെ ജെൻറ്റൈൽസ് എന്ന പദം ഇപ്പോൾ എബ്രായർ അല്ലാത്ത അല്ലെങ്കിൽ ഹീബ്രു സംസാരിക്കുന്ന ഹീബ്രു വംശത്തിൽപ്പെട്ട ആളുകളല്ലാത്തവർ വിജാതീയരാണ്. വിജാതീയർ എന്നൊരു പ്രയോഗം പഴയ നിയമപുസ്തകത്തിൽ വരുമ്പോൾ അതിനും വെറുക്കപ്പെട്ടവർ എന്നോ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടവർ എന്നോ ഉള്ള അർത്ഥമല്ല ഉള്ളത്. ജൂതരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ എബ്രായർ അല്ലാത്ത ആളുകൾ, ഇങ്ങനൊരു അർത്ഥം മാത്രമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അറബികൾക്കിടയിൽ അറബ് അജം എന്നൊരു വിശദീകരണമുണ്ട്. അറബ് അജം എന്നൊരു ഒരു വേർതിരിവ്. ആ വേർതിരിവും അറബ് സംസാരിക്കുന്നവർ അറബികളാണ്, അതല്ലാത്തവർ അജമികളാണ്. ഇവിടെ അറബ് എന്ന് പറയുന്ന ഒരു അസബിയത്ത് രൂപപ്പെടുന്നുണ്ട്. അത് തികച്ചും ക്രിയാത്മകമാണ്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല.
പക്ഷെ അതൊരു പ്രത്യയശാസ്ത്രമായി മാറിയാലോ? ഇപ്പം നേഷൻ എന്ന് പറയുന്നത്, നാഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം നാഷണലിസം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യയശാസ്ത്രമായിട്ട് മാറുകയാണ്. അത് പ്രത്യയശാസ്ത്രമായിട്ട് മാറുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ വിഷയമാണല്ലോ. ഫലസ്തീൻ ഇഷ്യൂവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സയണിസ്റ്റ് ഐഡിയോളജിയാണ്. സയണിസത്തെ ഏറ്റവും നിശിതമായി വിമർശിക്കുന്നത് ജൂത റബ്ബിമാരാണ് എന്നുള്ള കാര്യം ഈ സദസ്സിലിരിക്കുന്നവരാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വളരെ ശക്തമായി സൈദ്ധാന്തികമായിട്ട് എതിർക്കുന്നത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അറബികളൊക്കെ അതിനെ എതിർക്കുന്നത് പ്രായോഗികമായിട്ടും രാഷ്ട്രീയമായിട്ടുമാണ്. അതേസമയം സൈദ്ധാന്തികമായിട്ട് സയണിസത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൽക്കോനൻ വാസർമൻ എന്നൊരു റബ്ബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹോളോകോസ്റ്റിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് മരിച്ച ഒരാളാണ്. ഹോളോകോസ്റ്റിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കടന്നിട്ട് നാസികളുടെ കീഴിൽ പീഡനത്തിനിരയായിട്ട് മരിച്ച ഒരാളാണ്. ആ സമയത്താണല്ലോ, അതിന് തൊട്ട് മുമ്പാണല്ലോ ഈ തിയോഡോർ ഹെർസലും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ വരുന്നത്. അതിന് മുമ്പ് തന്നെ റിലീജിയസ് സയൻസം, ലേബർ സയൻസം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസത്തിന്റെ കീഴിലായി മാറിയെന്നുള്ളതാണ്. ആദ്യകാലത്ത് അതിൻ്റെ രൂപം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ 1882 റിഷോൻ ലെസിയോൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സയനിസ്റ്റ് സെറ്റിൽമെൻറ്റ് ഫലസ്തീനിൽ രൂപപ്പെടുന്ന സമയത്ത് ഫലസ്തീനികൾ അതിനോട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതിനെ എതിർത്തിട്ടുമില്ല. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഒരു അവകാശം അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അത് റിലീജിയസ് സയനിസത്തിൻ്റെ ഒരു രൂപമായിരുന്നു അതിനുണ്ടായിരുന്നത്. പിന്നീട് ഈ പൊളിറ്റിക്കൽ സയനിസം വന്നതിന് ശേഷം ആ സമയത്ത് തന്നെയാണല്ലോ ഈ പറയുന്ന നാസി പീഡനമൊക്കെ നടക്കുന്നത്. ആ സമയത്ത് എൽക്കോനൻ വാസർമൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ജൂതവിരുദ്ധമായ ആശയമാണ്. അദ്ദേഹത്തിൻ്റെ വിമർശനം അതാണ്. ഇത് ജൂതവിരുദ്ധമായ ആശയമാണെന്ന് മാത്രമല്ല, അദ്ദേഹം ആ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട്. ആൻറ്റി സെമൈറ്റുകൾ ജൂതായിസത്തിൻ്റെ ശരീരത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അതേസമയം സയണിസം ശ്രമിക്കുന്നത് അതിൻ്റെ ആത്മാവിനെ കൊല്ലാനാണ്. വളരെ കൃത്യമാണ്. ആൻറ്റി സെമൈറ്റുകളെക്കാളും അപകടകാരികളാണ് സയണിസ്റ്റുകൾ എന്നാണ് റബ്ബി എൽക്കോനൻ വാസർമൻ പറയുന്നത്. ആൻറ്റി സെമൈറ്റുകൾ ജൂത ശരീരത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സയണിസ്റ്റുകൾ ശ്രമിക്കുന്നത് അതിൻ്റെ ആത്മാവിനെ നശിപ്പിക്കാനാണ്, ആത്മാവിനെ തകർക്കാനാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു തലത്തിലെങ്കിലും സയണിസവുമായിട്ട് രാജിയാകുന്ന ഒരു റിലീജിയസ് ജൂതൻ ശരിക്കു പറഞ്ഞാൽ മറ്റ് ജൂതന്മാരെ കൂടി വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനമുണ്ട്. ഞാൻ നാഷണലിസത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. നാഷണലിസം എന്ന് പറയുന്നത് പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഐഡോലാട്രിയുടെ, വിഗ്രഹാരാധനയുടെ ഒരു പുതിയ രൂപമാണ്. അതിൻ്റെ ഫ്രെയിമിലേക്ക് ജൂതായിസത്തെ തിരികെ കയറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. ജൂതമതത്തിൽ വിഗ്രഹാരാധന നിഷിദ്ധമാണ്. ജൂതമതത്തിൽ വിഗ്രഹാരാധന നിഷിദ്ധമാണ്, അതേസമയം ദേശീയത എന്ന് പറയുന്നത് വിഗ്രഹമാണ്. ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേവലം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകന്മാർ പ്രതിനിധാനം ചെയ്യുന്ന ദർശനം എന്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നാഷണലിസത്തിനെതിരെ ശക്തമായിട്ട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ്. നാഷണലിസം എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് ഗോഡാണ്, ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ദൈവമാണ്. യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒന്നാണ് നാഷണലിസം. സയൻസ്, മണി, ഇങ്ങനെ 3 സംഗതികളെക്കുറിച്ച് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ്. അതിൽ ഈ നാഷണലിസത്തെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്. സയൻസ് എങ്ങനെയാണ് മനുഷ്യൻ്റെ അറിവ് എങ്ങനെയാണ് മറ്റൊരു ദൈവമായിട്ട് മാറുന്നത്, അതൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിന് പുറത്തായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതുപോലെ നാഷണലിസത്തിൻ്റെ അപകടത്തെ സംബന്ധിച്ച് മുഹമ്മദ് ഇക്ബാൽ, കവിയായിട്ടുള്ള, അതോടൊപ്പം ഇസ്ലാമിക ചിന്തകനായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ സയ്യിദ് അബുൽ അല മൗദൂദിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെയും ഈ പറയുന്ന നാഷണലിസം, അത് നേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെയോ അല്ലെങ്കിൽ നാഷണാലിറ്റി, ഇത് അസബിയത്തിൻ്റെ തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതേസമയം നാഷണലിസം എന്ന് പറയുമ്പോൾ പ്രവാചകൻ വിലക്കിയിട്ടുള്ള അസബിയത്താവും. ഇങ്ങനെ ഒരു സംഗതിയായിട്ട് മതദർശനങ്ങളെ തന്നെ കാണുന്ന ഒരു പ്രവണതയിൽ നിന്നാണ് ലോകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഉടലെടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പം മറുഭാഗത്ത് സ്വാഭാവികമായും അതിൻ്റെ ഒക്കെ വിമോചനപരതയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ രൂപപ്പെട്ടിട്ടുള്ള ലിബറേഷൻ തിയോളജി അത് പിന്നീട് വ്യത്യസ്ത ശാഖകളായിട്ട്, ഇപ്പോൾ ബ്ലാക്ക് തിയോളജി ആയിട്ട്, അത് വ്യത്യസ്ത തിയോളജികൾ എന്നുള്ളതല്ല, അതിൻ്റെയൊക്കെ ബേസ് ക്രിസ്ത്യൻ തിയോളജി തന്നെയാണ്, അതിൻ്റെയൊക്കെ ബേസ് ബൈബിള് തന്നെയാണ്. ബ്ലാക്ക് തിയോളജി, അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ദൈവശാസ്ത്രം. ഇപ്പോൾ പാലസ്റ്റൈൻ ലിബറേഷൻ തിയോളജി വരെയുണ്ട്. നെയ്ം അത്തീഖ് എന്ന് പറഞ്ഞിട്ടൊരു ഫലസ്തീനിലൊരു ക്രിസ്ത്യൻ പ്രീസ്റ്റ്,
ഫലസ്തീനിലെ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ്, അദ്ദേഹം ഈ ഒരു സിദ്ധാന്തത്തിന്റെ വക്താവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നിടത്ത് ലേശം മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഇസ്രായേൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഇസ്രായേൽ വിട്ടുപോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ പ്രശ്നത്തിലാവും. പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇസ്രായേൽ രാഷ്ട്രം തന്നെ ഇല്ലാതാവുക എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇരട്ട പൗരന്മാരാണ്. അവർക്ക് അവരുടേതായ സ്ഥലത്തേക്കൊക്കെ തിരിച്ചു പോകാം. പക്ഷേ ഇതില്ലാത്ത ആളുകളുണ്ട്. ഇരട്ട പൗരത്വം അംഗീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യ പോലുള്ള സ്ഥലത്തും അങ്ങോട്ടേക്ക് ആളുകൾ പോയിട്ടുണ്ട്. തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ അത്ര എളുപ്പമൊന്നുമല്ല. അത് മാത്രമല്ല, മുമ്പ് ജൂതന്മാരും അറബികളുമൊക്കെ, അറബികൾ എന്ന് പറയുമ്പോൾ അറബ് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഉണ്ട് കേട്ടോ. ഇത് ഈ പാശ്ചാത്യരാകപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ മുഹമ്മദൻസ് എന്നവർ പറഞ്ഞിട്ട് ഒരു ഡെമോഗ്രഫി അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ മുഹമ്മദൻസിൽ വലിയൊരു ഭാഗം അറബ് ക്രിസ്ത്യൻസാണ്. ഇനി അറബ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന സയനിസത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ മുഹമ്മദൻസ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പെടുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ടത് സാധ്യമല്ലാത്തൊരു മാനസികാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിട്ടുപോകാൻ പറ്റാത്ത ജൂതന്മാർക്ക് രക്ഷ വേണം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇനി വേണം എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വളരെ ശക്തമായിട്ട് അദ്ദേഹം സയണിസം, അതേസമയം മറുഭാഗത്ത് അതേ ക്രിസ്തു മതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള റാഡിക്കലൈസേഷൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ സയണിസ്റ്റ് നെറേറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻ സയണിസം എന്ന് പറയുന്നത് ഈ പറയുന്ന സയണിസത്തിന് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രചരിച്ചിരുന്നു. അതിലാകെ മൂപ്പര് പറയുന്ന ഒരൊറ്റ സത്യം മാത്രമേ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ അറിവുകേടാണോ എന്നറിയില്ല. ആകെ അദ്ദേഹം പറയുന്ന ഒരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ തുടക്കം മുതൽക്ക് എല്ലാ അർത്ഥത്തിലും സഹായിച്ചത് ക്രിസ്ത്യൻ സയണിസ്റ്റുകളാണ്. ക്രിസ്ത്യൻ സയണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യൻ സയണിസത്തിൻ്റെ ബേസ് അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഉണ്ടായിട്ടുള്ള വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഈ എന്താ പറയുക, ഒരു വളരെ ആഴമുള്ളൊരു സാധനമാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ ഈ എസ്തെറ്റിക്സ് ആവിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിലൊക്കെ നെയിം ഓഫ് ദ റോസ്, ഉംബർട്ടോ എക്കോൻ്റെ നോവൽ, ആ നോവലിൻ്റെ ഒരു പ്രധാന വേര് കിടക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. അതുപോലെ തന്നെ ബെർഗ്മാൻ്റെ സിനിമയുണ്ട്, സെവൻ സീൽ എന്ന് പറഞ്ഞിട്ട് ബെർഗ്മാൻ്റെ സിനിമ, അതിൻ്റെയും വേര് കിടക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ഇത്രയും മനുഷ്യൻ്റെ ഭാവനയെ പോലും ഉദ്ദീപിപ്പിച്ചിട്ടുള്ള, മാത്രമല്ല ഈ സയൻസ് ഫിക്ഷൻ ആവിഷ്കാരങ്ങളുണ്ടല്ലോ, സമയം കൂടുതൽ അതിൻ്റെ പറയണം കേട്ടോ, ഈ സയൻസ് ഫിക്ഷൻ ആവിഷ്കാരങ്ങൾ, സൈഫൈ ആവിഷ്കാരങ്ങൾ, ഇതിൽ രണ്ട് കാറ്റഗറികൾ പറയാറുണ്ട്. ഒന്ന് അപ്പോക്കാലിപ്റ്റിക്, മറ്റൊന്ന് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക്. അതിലുള്ള ഈ അപ്പോക്കാലിപ്സ് എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ഈ പറയുന്ന യോഹന്നാൻ ഉണ്ടായിട്ടുള്ള വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. ആ വെളിപാട് പുസ്തകത്തെ വളരെ വംശീയമായിട്ടും അക്ഷരപരമായിട്ടും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സയണിസം എന്ന് പറയുന്ന രൂപമുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പരിണതികൾ മതങ്ങൾക്ക് സംഭവിക്കുന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SIO നടത്തുന്ന അതിലെ യഥാർത്ഥ നൈതിക ദർശനത്തെ സംബന്ധിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞു, കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതില്ല. ഇത്തരം സംഗതികളൊക്കെ പ്രവാചകൻ്റെ അനുചരന്മാർ പ്രയോഗത്തിൽ വരുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദീബുൽ ഹാത്തിം പറഞ്ഞു, ഈ സ്വർണവും വെള്ളിയുമായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതും നടക്കും, അതും സംഭവിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ കാലത്ത് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ രണ്ട് സംഗതികളുണ്ട്. ഒന്ന്, കിട്ടുന്നിടത്തോളം ഇങ്ങ് കിട്ടട്ടെ എന്നല്ലേ ആളുകൾ വിചാരിക്കൂ. ഈ 6 അടി മണ്ണ് എന്ന് പറഞ്ഞിട്ട് വിഖ്യാതമായിട്ടുള്ള ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. അതിൻ്റെ ബേസ് ഒരു ഹദീസാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. രണ്ടാമതൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊന്നുകൂടി കിട്ടിയതിനെ തിരക്കേടില്ലേനും എന്ന് ചിന്തിക്കും. മണ്ണ് കൊണ്ട് മാത്രമേ അവൻ്റെ വയറ് നിറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ ഒരു വിപുലനമാണ് ടോൾസ്റ്റോയുടെ 6 അടി മണ്ണിൻ്റെ കഥ. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രാന്തം, ഒരു ആർത്തി യഥാർത്ഥത്തിൽ മനുഷ്യനിൽ സഹജമായിട്ടുണ്ട്. ഇതിനെ അതിജയിക്കുന്നൊരവസ്ഥ, സ്വർണവും വെള്ളിയും കയ്യിലെടുത്തിട്ട് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നു, ആരും വാങ്ങാനില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വയം പര്യാപ്തരാണ്. പക്ഷെ സ്വയം പര്യാപ്തരാണെങ്കിലും കിട്ടിയാൽ വേണ്ട നോക്കൂലല്ലോ. ഈ കിട്ടിയാൽ വേണ്ട എന്ന് വെക്കാനും മാത്രമുള്ളൊരു മാനസികാവസ്ഥയും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും മനുഷ്യൻ സംസ്കരിക്കപ്പെടുമ്പോൾ നീതി വ്യവസ്ഥ പുലരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഹീറയിൽ നിന്ന് മക്കയിലേക്ക് നിർഭയയായിട്ട് നടന്നു പോകാൻ പറ്റും. ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ പ്രവാചകൻ്റെ ലാസ്റ്റ് സെർമൺ എന്ന് പറഞ്ഞാൽ ഖുതുബത്തുൽ വിദാ, അവസാനത്തെ പ്രഭാഷണം എന്ന് പറയുന്നതിൽ വളരെ പ്രാധാന്യപൂർവ്വം പറയുന്നതും പ്രത്യേകമായിട്ടുള്ള ചില വിഭാഗങ്ങൾ എടുത്തുകൊണ്ട്, ചിലത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അമ്പരന്ന് പോകും. അൽ വലതുൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം
കുഞ്ഞ് വിരിപ്പിനുള്ളതാണ്, വ്യഭിചാരിക്കാണ് കല്ലേറ് എന്ന് പറയുമ്പോൾ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊള്ളണം എന്നുള്ള നിയമമൊന്നുമല്ല അവിടെ പറയുന്നത്. മറിച്ച് ഒരു കുഞ്ഞ് തെറ്റായ ബന്ധത്തിലൂടെ അല്ലെങ്കിൽ വ്യഭിചാരത്തിലൂടെ പിറക്കുമ്പോൾ ആ കുഞ്ഞിനെ എല്ലാ കാലത്തും ജാരസന്തതിയായി മുദ്ര കുത്തുക എന്നത് സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്നും ഉണ്ടത്. അപ്പോൾ ജാരസന്തതിയായിട്ട് മുദ്ര കുത്തുക. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് നിഷ്കളങ്കമായ രൂപത്തിലാണ്, കാപട്യരഹിതമായിട്ടാണ്, ശുദ്ധ പ്രകൃതത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനുള്ള എല്ലാ അവകാശങ്ങളും, വിരിപ്പ് മുതൽക്കുള്ള സകല അവകാശങ്ങളും ആ കുഞ്ഞിന് സൊസൈറ്റി നൽകിയിരിക്കണം. ആ കുഞ്ഞിന് എല്ലാ ആദരവും അംഗീകാരവും കിട്ടണം. ആ കുഞ്ഞിനെ ഒരിക്കലും ആക്ഷേപിക്കരുത്. കാരണം ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആക്ഷേപിക്കേണ്ടത് അവൻ്റെ പിതാവിനെയല്ലേ. അയാളാണല്ലോ വ്യഭിചരിച്ചത്, കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നതുപോലും ആ ഒരു പ്രഭാഷണത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് സെർമൺ ഓഫ് ദ പ്രവാചകന്റെ ലാസ്റ്റ് സെർമണും യേശുക്രിസ്തുവിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ട് ഗിരിപ്രഭാഷണവും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാകും എന്ന് പറയുന്ന, അതുപോലെ തന്നെ നീതിയെ ചൊല്ലി പീഡയേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിയെ ചൊല്ലി പീഡയേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ. അപ്പം ഇവർക്കൊക്കെയും സുഭിക്ഷത പ്രദാനം ചെയ്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം നടക്കുന്നതെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടോ അല്ലെങ്കിൽ അത് പ്രയോഗവൽക്കരിച്ചതിന് ശേഷമുള്ള ഒരു പ്രഭാഷണമായിട്ടോ ആണ് പ്രവാചകൻ്റെ അന്ത്യപ്രഭാഷണത്തെ, മുഹമ്മദ് നബിയുടെ അന്ത്യപ്രഭാഷണത്തെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിനോടാണ് ചേർത്ത് വെക്കുന്നത്. അതിലെല്ലാ കാര്യങ്ങളും, സ്ത്രീയുടെ അവകാശങ്ങളെ സംബന്ധിച്ച്, അതുപോലെ വ്യത്യസ്ത വിഭാഗങ്ങൾ, അറബിയും അജമിയും തമ്മിലൊരു വ്യത്യാസവുമില്ല, കറുത്തവനും വെളുത്തവനും തമ്മിലും ഒരു വ്യത്യാസവുമില്ല. ഇതൊക്കെ അക്കാലത്ത് നിലനിന്നിരുന്ന അറബികളുടെ ഒരു ബോധമാണ്. വെളുത്തവൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠനാണ് എന്നുള്ളൊരു ബോധമുണ്ടായിരുന്നു. കറുത്തവൻ അധമരാണ്. ആധുനിക കാലത്ത് പല തത്വചിന്തകളെപ്പോലും സ്വാധീനിച്ചിട്ടുള്ള ബോധങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഭാഷയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പൊതുവായിട്ടുള്ള പ്രയോഗത്തിൽ ഈ പുല്ലിംഗ പദം ഉപയോഗിക്കുന്നത് മിക്കവാറും നമുക്കറിയുന്ന എല്ലാ ഭാഷകളുടെയും ഒരു സവിശേഷതയാണ്. ഇപ്പോൾ അവൻ ഗുഹയിൽ ജീവിച്ചു ശിലായുഗ കാലത്ത് എന്ന് പറയുമ്പോൾ അവൻ മാത്രമാണ്, അവളില്ല എന്നതിന് അർത്ഥമൊന്നുമില്ല. അത് ഭാഷയിലുള്ള സാധാരണ പ്രയോഗമാണ്. പക്ഷേ ഇത് അറബിയിലും സാർവത്രികമാണ്. ഇതേ പ്രയോഗം ഖുർആനിലും വന്നിട്ടുണ്ട്. അന്നേരത്ത് ഇതിനെ സംബന്ധിച്ച് ചില സ്ത്രീകൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ ഈ കാര്യം പ്രവാചകനുമായിട്ട് തർക്കിച്ചത് പ്രവാചകൻ്റെ പത്നിയായ ഉമ്മു സലമ പ്രവാചകനുമായിട്ട് തർക്കിച്ചപ്പോൾ പ്രവാചകൻ ഭാഷയുടെ സ്വഭാവം വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയല്ല ചെയ്തത്. പ്രവാചകൻ നേരെ പടച്ചോനിലേക്ക് തിരിഞ്ഞു എന്നാണ്. ആ സന്ദർഭത്തിലാണത്രേ ഖുർആനിൽ ഇന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ ഖാനിതാത്തി വൽ ഖാനിതാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയുടെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോന്നിലും പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർത്തുകൊണ്ടുള്ള ആയത്തിറങ്ങിയത് അന്നേരമാണ്. ആ ഒരു സൂക്തം ഖുർആനിൽ അവതരിച്ചത് ആ ഒരു കോണ്ടക്സ്റ്റാണെന്ന് പറയുമ്പോൾ സംഗതി യഥാർത്ഥത്തിൽ അത് ഭാഷയിലുള്ളൊരു പ്രയോഗമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള ഖുർആന്റെ പ്രയോഗവും. കാരണം ഓരോ സ്ഥലത്തും ഇത് രണ്ടും പറയണമെങ്കിൽ ഒരു കിതാബിൻ്റെ വലുപ്പം എന്തായിപ്പോവും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിലും ആ സന്ദർഭത്തിൽ അത് അംഗീകരിക്കുകയും എന്നിട്ട് അത് അപ്രകാരം തന്നെ പറയുകയും ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ആ സമയത്ത് തന്നെ സമുദായത്തിലുള്ള തീവ്ര യാഥാസ്ഥിതിക അല്ലെങ്കിൽ ഈ പറയുന്ന റാഡിക്കൽ നിലപാടുകൾ സ്ത്രീയെ പരിചരിക്കുന്നത് എങ്ങനെയാണ്, ഇത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരിവർത്തനങ്ങൾ, വളരെ നെഗറ്റീവായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലും അതിൻ്റെ ഒരു സത്യം, യാഥാർത്ഥ്യം, അതിൻ്റെ സത്ത്, അതിലുള്ള നൈതികത കണ്ടെടുക്കുക. അങ്ങനെ കണ്ടെടുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് SIO ഇവിടെ ഇത്തരം പരിപാടികളിലൂടെ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ശ്രമം തീർച്ചയായിട്ടും ചരിത്രപരമാണ്, ഒരു മഹാദൗത്യമാണ് എന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.